മഴത്തോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അങ്ങനെ മനു ആണെങ്കിൽ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്ന് മുത്തശ്ശിയെ കാണുന്നുണ്ട്. മുത്തശ്ശി ഇപ്പം എങ്ങനെയൊക്കെ ഇരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുഴപ്പമില്ല, നിനക്കറിയാലോ ഇവിടുത്തെ അവസ്ഥ, കമലയുടെ കാര്യവും നിനക്കറിയാലോ, നിൻ്റെ അമ്മയാണെങ്കിലും പറയാതിരിക്കാൻ വയ്യ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. പട്ടൂരായപ്പം ആ കൊച്ചി എന്നെ നന്നായിട്ട് നോക്കുമായിരുന്നു, അതേപോലൊന്നും പറ്റുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും, സഹിക്കല്ലേ പറ്റത്തുള്ളൂ എന്ന് മുത്തശ്ശി പറയാണ്. അപ്പം മനു പറയാണ്, നമുക്ക് അലീനയെങ്കിൽ കൊണ്ടുവന്നാലോ, ഇവിടെ നിർത്തിയാലോ എന്ന് ചോദിക്കുകയാണ്. നീ എന്താ പറയുന്നത്, പണ്ടത്തെ അവസ്ഥയാണോ ഇപ്പം അവൾക്ക്? പണ്ടാണെങ്കിൽ അവളാണെങ്കിൽ അവിടുത്തെ ജോലിക്കാരിയായിരുന്നു, ഇപ്പം അവൾ അവിടുത്തെ വീട്ടുകാരിയല്ലേ, അവൾ ആ വീട്ടിലെ മുതലാളിയല്ലേ എന്ന് പറയുകയാണ് മുത്തശ്ശി. അതുകൊണ്ട് ഇനി അവൾ എന്നെ നോക്കാൻ ഇങ്ങോട്ട് വരികയോ അവിടെ ചെന്നാൽ ഇനി എന്നെ നോക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് മുത്തശ്ശി പറയാണ്. അപ്പം മനു പറയാണ്, അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത്? മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ അലീന അങ്ങനെയുള്ളൊരു കുട്ടിയാണെന്ന്? അങ്ങനൊന്നുമില്ല, ഞാൻ ചെന്നാൽ അവളെ നോക്കും. പിന്നെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇവിടെ നിൻ്റെ അമ്മ സമ്മതിക്കത്തില്ല. ഒന്നാമതേ നിൻ്റെ അമ്മയ്ക്ക് അവളെ കണ്ടുകൂടാ, അതിൻ്റെ കൂടെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ മനു പറയാണ്, മുത്തശ്ശി വിഷമിക്കേണ്ട, കാര്യങ്ങളെല്ലാം കലങ്ങി തെളിയും, നമുക്ക് നോക്കാം, പറ്റുമെങ്കിൽ നമുക്ക് അലീനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അവിടെ വൈജയന്തി ആൻറ്റിയെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ആൻറ്റിക്ക് ഇഷ്ടമല്ലല്ലോ അലീനെ അവിടെ നിർത്തുന്നത്, പറ്റുമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ബാലേന്ദ്രൻ അങ്കിൾ സമ്മതിക്കുമെന്നൊന്നും അറിയത്തില്ല. മുത്തശ്ശി പറയാണ്, അതൊന്നും നടക്കത്തില്ല. മനുവിൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതാണ്. മനു മുത്തശ്ശിയോട് സംസാരിച്ച് അങ്ങ് പോവുകയാണ്. ഈ സമയത്താണെങ്കിൽ ഗംഗാധരനാണെങ്കിൽ ശിവനോടും അതുപോലെ രാജുവിനോടും പറയാണ്, ഇനിയാണെങ്കിൽ ഭവിതയും ലോകത്തിനെ ഇവിടെ നിർത്തുന്ന അത്ര ശരിയുള്ള കാര്യമല്ല, അവരിവിടുന്ന് പറഞ്ഞു വിടണം, അവർ സ്വന്തം വീട്ടിൽ പോയി നിൽക്കട്ടെ, ഇവിടെ എന്തിനാണ് നിൽക്കുന്നത്, അവരിവിടെ നിന്നാലും ഫോണും കുത്തി അങ്ങ് നടക്കത്തല്ലേ ഉള്ളൂ, ഇവിടെ നിൽക്കുന്നതെന്താ, അവർ വീട്ടിൽ പോട്ടെ എന്ന് പറയുകയാണ്. ശിവനും പറയുന്നുണ്ട്, അത് ശരിയാണ്, നമുക്ക് അവരോടൊന്ന് സംസാരിക്കാം എന്ന് അവർ മൂന്നുപേരും കൂടെ തീരുമാനിക്കുകയാണ്. അങ്ങനെ രോഹിത്തിനെയും ഭവിതയെയും വിളിച്ച് കാര്യം പറയുന്നുണ്ട്. നിങ്ങളെന്താ വീട്ടിലേക്ക് കടപ്പാട്ടൂരിലേക്ക് പോകുന്നില്ലേ എന്ന് രാജീവ് ചോദിക്കുകയാണ്. അപ്പം രോഹിത്താണെങ്കിൽ ഭവിതയെ നോക്കിയിട്ട് പറയാണ്, എന്തിനാ പോകുന്നത്, അവിടെ ഞങ്ങളുടെ ആരായിരിക്കുന്നത്, അച്ഛന് ഞങ്ങളൊന്നും വേണ്ട, അച്ഛനാണെങ്കിൽ ആ പെണ്ണ് മതി, അച്ഛൻ മോളാന്ന് കൊണ്ടുപറഞ്ഞ് നടക്കുന്ന അലീനെ, അവളെ മാത്രം മതി, പിന്നെ അമ്മ ഹോസ്പിറ്റലിലാണ്, കൃഷ്ണയാണെങ്കിൽ ഞങ്ങൾ വേണമെന്ന് അവൾക്കും ഇല്ലെന്ന് രോഹിത്ത് പറയാണ്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ ഗംഗാധരൻ പറയാണ്, അതങ്ങനെ ശരിയാവുന്നത്, അത് നിങ്ങളുടെ വീടല്ലേ. അപ്പം ഭവിത പറയാണ്, ഞങ്ങളുടെ വീടൊക്കെ തന്നെ, പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ ശിവൻ പറയാണ്, അത് ശരിയാവത്തില്ല, നിങ്ങൾ അങ്ങോട്ട് പോയേ പറ്റൂ, അത് നിങ്ങളുടെ വീടാണ്, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ആ വീട്ടിലേക്ക് പോയേ പറ്റൂ, അതുകൊണ്ട് തന്നെ നേരത്തെ പൊക്കോ, ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാണ്, അതാണ് നിങ്ങളുടെ വീട് എന്ന് പറയാണ്. അപ്പം കമല അങ്ങോട്ട് വരികയാണ്. കമലയും പറയുന്നുണ്ട്, ആ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ, ഇവിടെ ഉള്ളവരും അവിടെ ബാലേന്ദ്രനായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു, പിന്നെ നിങ്ങളെന്തിനാ ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയി എന്ന് കമലയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രോഹിത്ത് പറയാണ്, അങ്കളല്ലേ പറഞ്ഞത് അച്ഛൻ അലീനെ അവിടെ നിർത്തുന്നുള്ള കാലം അങ്ങോട്ട് പോകണ്ട എന്നും പറഞ്ഞല്ലേ ഞങ്ങളെ വിളിച്ചുകൊണ്ട് വരുന്നത്, ഇപ്പം എന്താ പോകണമെന്ന് പറയുന്നത്, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്ന്, എങ്ങനെ തീർന്ന്, അത് ഞങ്ങളെയും കൂടെ അറിയിക്കുക, ഞങ്ങൾക്കും കൂടെ ബോധ്യമാവട്ടെ എന്ന് പറയാണ്. ഇപ്പോൾ രാജീവ് പറയാണ്, അതൊന്നും നിങ്ങൾ അറിയണ്ട, പ്രശ്നങ്ങളിപ്പം ഞങ്ങൾ വല്യേര് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുക. രോഹിത്ത് പറയണം, ഞങ്ങൾ കൊച്ചുകുട്ടികളൊന്നുമല്ല, കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കും അറിയണം, എന്താണെന്ന് ഞങ്ങൾക്കും അറിയണം, അത് കഴിഞ്ഞ് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കത്തുള്ളൂ എന്നും പറഞ്ഞ് രോഹിത്തും ഭവിതയും കൂടെ അങ്ങ് പോവുകയാണ്. ഇവർ പോകുന്നത് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഗംഗാധരൻ പറയാണ്, അന്നത്തെ ഒരു വാശിയുടെ പുറത്ത് നിങ്ങൾ അവരെ വിളിച്ചുകൊണ്ട് വരണ്ടായിരുന്നു, അവരവരെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ, അതായിരുന്നു വേണ്ടുന്നത് എന്ന് ഗംഗാധരൻ പറയാണ്. അപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ശിവനും രാജീവും. അങ്ങനെ എല്ലാവരും ഭവിതയുടെ അടുത്ത് രോഹിത്തിൻ്റെ അടുത്തും കടപ്പാട്ടൂരിലേക്ക് പോകാൻ പറയുകയാണ്.